sexual reproduction. നമ്മൾ ഓൾറെഡി പറഞ്ഞു asexual reproduction എന്ന് പറയുന്നത് സിമ്പിൾ ഓർഗാനിസംസിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണെങ്കിൽ, asexual reproduction എന്ന് പറയുന്നത് സിമ്പിൾ ഓർഗാനിസത്തിൽ നടക്കുന്ന റീപ്രൊഡക്ഷൻ ആണെങ്കിൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മോർ കോംപ്ലക്സ്. ഇത് കുറച്ചും കൂടെ കോംപ്ലക്സ് പ്രോസസ്സാണ്. ഇറ്റ് ഈസ് മോർ കോംപ്ലക്സ്, കുറച്ചും കൂടെ കോംപ്ലക്സ് പ്രോസസ്സാണ്. കുറച്ചും കൂടെയും എന്താ പറയുക, ഇലാബറേറ്റ്, കുറച്ചും കൂടി ഇലാബറേറ്റ് പ്രോസസ്സാണ്. കുറച്ചും കൂടി ഇലാബറേറ്റ് പ്രോസസ്സാണ് ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ഈ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്ഷൽ റീപ്രൊഡക്ഷനിലെ there is the involvement of എന്നാണ് പറയുന്നത്, there is involvement of two gametes. It is a involvement of, there is involvement of two gamete. രണ്ട് ഗ്യാമേറ്റിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. രണ്ട് ഗ്യാമേറ്റിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്യാമേറ്റ് എന്തായിരിക്കും, മെയിൽ ഗ്യാമേറ്റ് ആയിരിക്കും. ഒരു ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, മെയിൽ ഗ്യാമേറ്റ് ആയിരിക്കും. രണ്ടാമത്തെ ഗ്യാമേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫീമെയിൽ ഗ്യാമേറ്റ് ആയിരിക്കും. അപ്പോൾ ദാറ്റ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് എത്ര, രണ്ട് ഗ്യാമേറ്റ് അല്ലെങ്കിൽ രണ്ട് പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് വരുന്നുണ്ട്. അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് പറയാം രണ്ട് ഗ്യാമേറ്റ്. ഗ്യാമേറ്റ് ഫോർമേഷൻ ഈസ് ഇമ്പോർട്ടന്റ്. അതായത് ഗ്യാമേറ്റിന്റെ ഫോർമേഷൻ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ കമ്പൽസറി ആയിട്ട് എന്തിന്റെ ഫോർമേഷൻ നടക്കുന്നുണ്ട്, ഗ്യാമേറ്റ് ഫോർമേഷൻ കമ്പൽസറി ആയിട്ട് നടക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്കിതിൽ പറയാനുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ടു ഗ്യാമേറ്റ്, ഈ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് ഒന്നില്ലെങ്കിൽ ഒരു സിംഗിൾ ഓർഗാനിസത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. either it will producing a single organism. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു സിംഗിൾ ഓർഗാനിസത്തിന്റെ ബോഡിയിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെ മെയിലും ഫീമെയിലും എന്ത് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. അതുപോലെ either it will producing two different individuals, ഒന്നില്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ആയിരിക്കാം എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് കണ്ടീഷനും ഇവിടെ ഉണ്ടാകാം. മനസ്സിലായോ? അപ്പൊ ഇവിടെ എങ്ങനെ വന്നാലും എത്ര ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്, രണ്ട് ഗ്യാമേറ്റുകൾ ഫോം ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി ഇറ്റ് ഈസ് വൺ ഈസ് മെയിൽ ഗ്യാമേറ്റ് ആൻഡ് അനദർ ഈസ് ദി ഫീമെയിൽ ഗ്യാമേറ്റ്. അതെന്തായാലും മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഗ്യാമേറ്റ്സ്, വാട്ട് ഹാപ്പൻസ് ദിസ് ഗ്യാമേറ്റ്സ്, ഞാൻ ഇപ്പുറം വരയ്ക്കാം. നമുക്ക് രണ്ട് ഗ്യാമേറ്റുകൾ ഉണ്ട്. വൺ ഈസ് മെയിൽ ഗ്യാമേറ്റ്. മെയിൽ ഗ്യാമേറ്റ് ആണ്, ഒരെണ്ണം മെയിൽ ഗ്യാമേറ്റ് ആണ്. ദാറ്റ് വിൽ ഫ്യൂസ് വിത്ത് എന്താണ്, അനദർ ഈസ് എ ഫീമെയിൽ ഗ്യാമേറ്റ്. ഒരു ഫീമെയിൽ ഗ്യാമേറ്റിനായിട്ട് ഫ്യൂസ് ചെയ്യാണ്. ദെൻ വാട്ട് വി ഗെറ്റ്, ഇതിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, വി വിൽ ഗെറ്റ് അനദർ സ്ട്രക്ചർ വിച്ച് ഈസ് കോൾഡ് ആസ്, വി വിൽ കോൾ ഇറ്റ് ആസ് സൈഗോട്ട്. എന്നാണ് സ്ട്രക്ചറിന്റെ പേര്, സൈഗോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് കിട്ടുന്നത്. സിമ്പിൾ ലോജിക് ആണ്. രണ്ട് ഗ്യാമേറ്റ്, ദിസ് ഈസ് മെയിൽ ആൻഡ് ദിസ് ഈസ് ഫീമെയിൽ. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ് വിൽ ഫ്യൂസ് ടുഗദർ ആൻഡ് ഫോം സൈഗോട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു സിമ്പിൾ ലോജിക് വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആണ് ഈ രണ്ട് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആണ് ഈ രണ്ട് ഗ്യാമേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ, സൈഗോട്ട് ഈസ് ഫോംഡ് ദാറ്റ് പ്ലാന്റ് ഇറ്റ് സെൽഫ്. ആ പ്ലാന്റിൽ തന്നെയായിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. If this both male and female gamete are producing in different individuals ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെങ്കിൽ, where this zygote is produced, zygote is mainly produced in female body. ഫീമെയിലിന്റെ ശരീരത്തിലാണ് മെയിൻ ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഹയർ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ആരുടെ ശരീരത്തിലായിരിക്കും ഈ സൈഗോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം, ഫീമെയിൽസിന്റെ ബോഡിയിലായിരിക്കും ഈ സൈഗോട്ട് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ലോജിക് എന്ന് പറയുന്നത്, മെയിൻ ലോജിക് എന്ന് പറയുന്നതാണ്. ടു ഗ്യാമേറ്റ് വിച്ച് വിൽ ഫ്യൂസ്. ഫ്യൂഷനെ നമ്മൾ ഒരു പേര് പറയുമല്ലോ, ഫ്യൂഷൻ നമ്മൾ പറയുന്ന പേരെന്താണ്, ഫ്യൂഷൻ ഈസ് കോൾഡ് ആസ് ദി ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയുക, അല്ലെങ്കിൽ വി വിൽ കോൾ ഇറ്റ് ആസ് ഫ്യൂഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഫ്യൂഷൻ എന്ന് പറയും. ഈ പ്രോസസ് നടന്നിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, സൈഗോട്ട് എന്ന് പറയുന്ന ഓർഗാനിസത്തിന് നമുക്ക് കിട്ടിയത്. ഓക്കെ, ആൻഡ് ദിസ് സൈഗോട്ട് വിൽ ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസം. ദിസ് സൈഗോട്ട് ഈസ് ഡെവലപ്പ് ഇൻ ടു ന്യൂ ഓർഗാനിസം. ക്ലിയർ ആയോ? ഇതാണ് നമുക്ക് ഈ പറയുന്ന സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൻ ആയിട്ട് നടക്കുന്നത്. ഓക്കെ, ഇനി
ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമൈറ്റിന്റെ ഫ്യൂഷൻ നടക്കുകയാണ്. എന്താണ് നടക്കുന്നത്? മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമൈറ്റിന്റെ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. അതുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓഫ് സ്പ്രിങ്സ്, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുക, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സ് നോൺ ഐഡന്റിക്കൽ ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ ഓഫ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതായിരിക്കും? നോൺ ഐഡന്റിക്കൽ ആയിരിക്കും. നോൺ ഐഡന്റിക്കൽ. Why it is called as non-identical? Because it is produced from two different parents, means male and female. നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു this is producing from a single parent. So they are genetically and structurally identical ആണെന്ന് പറഞ്ഞു അല്ലേ? പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓഫ് സ്പ്രിങ്സ് ജെനറ്റിക്കലി ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞു, സ്ട്രക്ചറലി ഐഡന്റിക്കൽ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ആസ് എ റിസൾട്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ മൂലം നമുക്ക് കിട്ടുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ബോത്ത് സ്ട്രക്ചറലി ആൻഡ് ജെനറ്റിക്കലി നോൺ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് റബ്ബ് ചെയ്തിട്ട് നമുക്ക് നോക്കാം, നമ്മൾ പറയുന്നത് നോക്കാം. അതായത് there are lots of organisms are there. For example, നമുക്ക് കുറേ ഓർഗാനിസംസിന്റെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ plants are a group. We will take algae, we will take fungi. ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെ മുഴുവൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ when we look to this organisms, ഈ മൂന്നും വ്യത്യസ്ത തരത്തിലുള്ള ഓർഗാനിസംസ് ആണ്. ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുക, ഇതിന്റെ എക്സ്റ്റേണൽ മോർഫോളജി എങ്ങനെയായിരിക്കും നിങ്ങൾ നോക്കുക. ഇതിനൊരു എക്സ്റ്റേണൽ മോർഫോളജി ഉണ്ട്. എന്താണ് എക്സ്റ്റേണൽ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എക്സ്റ്റേണൽ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രക്ചർ, എക്സ്റ്റേണൽ സ്ട്രക്ചർ. ഇപ്പൊ എനിക്കൊരു രൂപമുണ്ട്, അതുപോലെ ആയിരിക്കില്ല മറ്റൊരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ്. നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്ന ഈ മൂന്ന് ഓർഗാനിസംസ് ആണ്. അപ്പൊ ഈ മൂന്ന് ഓർഗാനിസത്തിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എക്സ്റ്റേണൽ മോർഫോളജി ഈസ് ഡിഫറെന്റ് എക്സ്റ്റേണൽ മോർഫോളജിയാണ് കാണപ്പെടുന്നത്. ഇനി ഇതിന്റെ ഒരു എന്താ പറയാ ഇന്റേണൽ ഓർഗനൈസേഷൻ നമ്മൾ എടുക്കുകയാണ്. വെൻ വി ടേക്ക് ഇറ്റ്സ് ഇന്റേണൽ ഓർഗനൈസേഷൻ അതിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ സിസ്റ്റവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ് അല്ലെ? അതും ഒരേപോലെയല്ല. അതിന്റെ ഇന്റേണൽ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗാനിസത്തിന്റെയും ഇന്റേണൽ ഓർഗനൈസേഷൻസ് ആർ ഓൾസോ ഡിഫറെന്റ് ആണെന്നാണ് പറയുന്നത്. നൗ വി ടേക്ക് ഫിസിയോളജി. നമ്മൾ ഫിസിയോളജി എടുക്കുകയാണെന്ന് വിചാരിക്കും, ഇതിന്റെ ബോഡി ഫിസിയോളജി നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. വി വിൽ ടേക്ക് ഫിസിയോളജി ഓഫ് ദി ഓർഗാനിസംസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഓൾസോ ഡിഫറെന്റ്. So when we look to a group of organisms, നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസിനെ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്, ആൽഗെ, ഫഞ്ചൈ ഇങ്ങനെയുള്ള ഓർഗാനിസത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ ഇസ് ഡിഫറെന്റ്. എക്സ്റ്റേണൽ സ്ട്രക്ചർ ഈസ് ഡിഫറെന്റ്. their internal organization is different. their physiology is also different. but somehow എന്താണ് സംഭവിച്ചിരിക്കുന്നത്? their reproduction is similar. Somehow its reproduction is similar. These all processes are differ എന്നാണ് പറയുന്നത്. These all processes are differ. But somehow the reproduction is very much similar to this organisms എന്നാണ് പറയുന്നത്. ഇതിന്റെ റീപ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ സംവാട്ട് സിമിലർ ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ് ഈ ഓർഗാനിസത്തിൽ നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കേസിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ എന്ത് പറ്റും? ഒരു സിമ്പിൾ വേയിൽ റിപ്പീറ്റ് ചെയ്താൽ സംഭവിക്കും. മെയിൽ ഫീമെയിൽ ഗാമേറ്റ് fuse to form zygote, and that fusion is called a fertilization, and this zygote will develop into new organism. that produce ചെയ്യുന്ന ന്യൂ ഓർഗാനിസം നോൺ ഐഡന്റിക്കൽ ആയിരിക്കും. ഉണ്ടാവുന്ന ഓർഗാനിസംസ് നോൺ ഐഡന്റിക്കൽ ആയിരിക്കും. they are not exactly similar to their parent. അതിന്റെ പാരന്റുമായിട്ട് എക്സാക്ട്ലി സിമിലർ ആയിരിക്കില്ല. they are different in both ജെനറ്റിക്കലി ആൻഡ് സ്ട്രക്ചറലി ഡിഫറെന്റ് ആയിരിക്കും ഉണ്ടാവുന്ന ഓർഗാനിസംസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതാണ് ഈ ഒരു ഓർഗാനിസത്തിന്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ when we take some of the organisms we can see their external morphology, internal organization, physiology all are differ, but they are something similar in their reproduction is somewhat similar എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാനിതൊന്ന് റബ്ബ് ചെയ്യാം. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ റീപ്രൊഡക്ഷൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെന്ന് വെച്ചാൽ an organism ഏതും ആയിക്കോട്ടെ, ഏതൊരു ഓർഗാനിസംസ് എടുത്തു കഴിഞ്ഞാലും there is a period of growth and
മെച്ചുറേഷൻ, ബിഫോർ റീപ്രൊഡക്ഷൻ എന്നാ പറയുന്നത്. റീപ്രൊഡക്ഷൻ ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പുള്ള സ്റ്റേജിനെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ. ആ ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ നടന്നതിന് ശേഷമാണ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഒരു വി വിൽ ടേക്ക് എ ഗ്രാഫ് നമ്മൾ എടുക്കുകയാണ്. ദർ ഇസ് എ ബർത്ത് പീരീഡ് ഉണ്ട്. ആ ബർത്ത് പീരീഡ് കഴിഞ്ഞ് വരാൻ പോകുന്ന പീരീഡ് നമ്മൾ പറയുന്ന പേരാണ് ഗ്രോത്ത് ഫേസ്. ആ ഗ്രോത്ത് ഫേസിനെ വേറൊരു പേര് കൂടെ പറയാം, നമുക്ക് ഓൾറെഡി പറയാം. ഈ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സം പോയിന്റ് ദ ഓർഗാനിസം ഗെറ്റ് മെച്ചുറേഷൻ നടക്കും. മെച്ചുറേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്ന സ്റ്റേജിനെ നമ്മൾ പിന്നെയാണ് എന്ത് നടക്കുന്നത്, റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് നമ്മൾ പറയും. റീപ്രൊഡക്റ്റീവ് ഫേസ് കുറച്ച് നാൾ കഴിയുമ്പോൾ റീപ്രൊഡക്റ്റീവ് ഫേസ് ഈസ് ഓൾസോ ഓവർ. റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിഞ്ഞാൽ പിന്നെ വരാൻ പോകുന്ന ഫേസിന് നമ്മൾ സെനിസെൻസ് ഫേസ് എന്നാണ് പറയുക. അല്ലെങ്കിൽ നമുക്ക് ഓൾഡ് ഏജ് എന്ന് പറയും. ഓൾഡ് ഏജ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നതാണ് പറയുന്നത്, ഡെത്ത് ആയിരിക്കും സംഭവിക്കുക, ഡെത്ത്. സോ ദിസ് ഈസ് എ ഫേസ്, ഒരു ഓർഗാനിസത്തിന്റെ ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദിസ് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് കമ്മിങ് ആഫ്റ്റർ ഗ്രോത്ത് ഫേസ് ആൻഡ് ബിഫോർ സെനിസെൻസ് ഫേസ്. ഗ്രോത്ത് ഫേസിന്റെയും സെനിസെൻസ് ഫേസിന്റെയും ഇടയിൽ വരുന്ന ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനെ നമ്മൾ പറയുന്ന പേരാണെന്ന് ശരിക്ക് റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയും. ഓക്കെ, സോ ഐ എം ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് ഗ്രോത്ത് ഫേസ്. സോ ദിസ് ബർത്ത് കഴിഞ്ഞ് ഇത്രയും ഭാഗമാണ് നമ്മളുടെ ഗ്രോത്ത് ഫേസ് എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. വളർച്ചയുടെ കാലഘട്ടം അല്ലെങ്കിൽ മെച്ചുറേഷൻ സംഭവിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗ്രോത്ത് ഫേസ് എന്ന് പറയുന്നത്. സോ ദിസ് പീരീഡ് അല്ലെങ്കിൽ ദിസ് ഫേസ് ഈസ് സംടൈം കോൾഡ് ആസ് ജുവനൈൽ ഫേസ് എന്നാണ് നമ്മൾ പറയുന്നത്. വി വിൽ കോൾ ഇറ്റ് ആസ് ജുവനൈൽ ഫേസ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇതിനെ പറയുന്നത്. ജുവനൈൽ ഫേസ് എന്നാണ് നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ ഫേസിനെ പറയുന്നത്. അല്ലെങ്കിൽ ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഈ ജുവനൈൽ ഫേസ് എന്നുള്ളത് വേറൊരു പേരിലാണ് നമ്മൾ ആ ഓർഗാനിസത്തിൽ അറിയപ്പെടുന്നത്. ആ ഫേസിനെ നമ്മൾ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത്. സോ അപ്പൊ എന്താണ് ജുവനൈൽ ഫേസ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ജുവനൈൽ ഫേസ്? ഗ്രോയിങ് ഫേസ് അല്ലെ. ബിഫോർ റീപ്രൊഡക്റ്റീവ് ഫേസ് ദർ ഈസ് ജുവനൈൽ ഫേസ്. ജുവനൈൽ ഫേസിൽ എന്താണ് നടക്കുന്നത്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ, അത് നടക്കുന്ന ഫേസിന് നമ്മൾ പറയുന്ന പേരാണ് ജുവനൈൽ ഫേസ്. When this juvenile phase or this vegetative phase end, then there appear the reproductive phase. അതിനുശേഷമായിരിക്കും റീപ്രൊഡക്റ്റീവ് ഫേസ് അപ്പിയർ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഹയർ പ്ലാന്റ്സ് എടുക്കാം, ആൻജിയോസ്പേം എന്ന് പറയുന്ന ഹയർ പ്ലാന്റ്സ്, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ആൻജിയോസ്പേംസ്. ഇങ്ങനെയുള്ള പ്ലാന്റ്സിൽ നമുക്ക് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫേസിനെ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെ നമുക്ക് ഈ ഹയർ പ്ലാന്റ്സിൽ എങ്ങനെയാണ് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഫേസിനെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് ഫ്ലവേഴ്സ്. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ പെർട്ടിക്കുലർ ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത്. സോ നമ്മളുടെ പ്ലാന്റിന്റെ കേസിലാണെങ്കിൽ നമുക്ക് അതിനെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും. കാരണം എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ബിക്കോസ് ദേ വിൽ പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ്. ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫേസ് ആണ് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഈ പറയുന്ന ഫ്ലവറിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് സൈക്കിളിന്റെ അടിസ്ഥാനത്തിൽ പ്ലാന്റ്സിനെ തന്നെ നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 2 ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട്. ഇപ്പോൾ ആനുവൽ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പ്ലാന്റ്സ് ഉണ്ട്. ആനുവൽ പ്ലാന്റ്സ് അതിന്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു 1 ഇയറിലാണ്. അതിന്റെ ഫ്ലവറിങ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത് 1 ഇയറിലാണെങ്കിൽ അങ്ങനെയുള്ള പ്ലാന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ആനുവൽ പ്ലാന്റ്സ്. ഇനി ഇതൊക്കെ നടക്കുന്നത് 2 ഇയർ 2 ഇയേഴ്സിലാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് ബൈനിയൽ പ്ലാന്റ്സ്. സോ ദർ ഈസ് ആനുവൽ പ്ലാന്റ്സ്. ഫോർ എക്സാമ്പിൾ എന്താണ് നമ്മൾ പറയുന്നത്? ദർ ഈസ് ആനുവൽ പ്ലാന്റ്സ് ദ നെയിം ഇറ്റ്സെൽഫ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ദർ ഈസ് ബൈനിയൽ പ്ലാന്റ്സ്. So these 2 plants നിങ്ങൾ നോക്കുക, ആനുവൽ പ്ലാന്റ്സ് ഇൻ ദ സെൻസ്
life cycle will completed within the 1 year. That is why it is called as the annual plants എന്ന് പറയും. If there is 2 years for എന്താണ് പറയുക life cycle to complete, then such a plants are called as the biennial plants എന്ന് പറയും. ഈ annual plantsലും biennial plantsലും we can see this 3 phase clearly. നമുക്ക് ഈ 3 ഫേസിനെയും ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ we can see the juvenile phase നമുക്ക് കാണാം, റീപ്രൊഡക്റ്റീവ് ഫേസിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, അതുപോലെ we can also senescence. ഈ 3 ഫേസിനെയും നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും ഏത് പ്ലാന്റുകളുടെ കേസിലാണെങ്കിൽ ആനുവൽ പ്ലാന്റ്സ് ആൻഡ് ബൈനിയൽ പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ. ഇനി there is another type of plants which is called as the perennial plants. Perennial plants. Perennial plants in the sense അതിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അതിന്റെ ബയോളജിക്കൽ ലൈഫ് സൈക്കിൾ എൻഡ് ചെയ്യുന്നത് മോർ ദാൻ 2 ഇയേഴ്സ് എടുത്തിട്ടാണ് അതിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ എൻഡ് ചെയ്യുന്നത്. അത്തരം പ്ലാന്റുകൾ നമ്മൾ പറയുന്ന പേരാണ് പെരനിയൽ പ്ലാന്റ്സ് എന്ന് പറയും. ഈ പെരനിയൽ പ്ലാന്റ്സിന്റെ കേസിൽ വി കനോട്ട് ഐഡന്റിഫൈ സെപ്പറേറ്റ്ലി. നമുക്ക് ഈ പറയുന്ന ജുവനൈൽ ഫേസിനെയും ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫേസിനെയും ഈ പറയുന്ന സെനിസെൻസ് ഫേസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? ബട്ട് വി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ് ഇൻ ആനുവൽ പ്ലാന്റ്സ് ആൻഡ് ബൈനിയൽ പ്ലാന്റ്സിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി there are some plants which have peculiar characteristics. Peculiar characteristics ഉള്ള ചില പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സിൽ നമ്മൾ പറയുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ബാംബു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. ബാംബു എന്ന് പറയുന്ന പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ലൈഫ് സൈക്കിളിൽ അല്ലെങ്കിൽ അതിന്റെ ലൈഫ് ടൈമിൽ ഒരൊറ്റ ടൈം മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഫ്ലവർ ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 50-60 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് മുള അല്ലെങ്കിൽ ബാംബു എന്ന് പറയുന്ന പ്ലാന്റ് എന്ത് ചെയ്യുന്നത്, ഫ്ലവർ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള സ്പെക്യുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള പ്ലാന്റ്സും ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ബാംബു. അതിന്റെ റീപ്രൊഡക്റ്റീവ് ഫേസ് എന്ന് പറയുന്നത് അതിന്റെ ലൈഫ് സൈക്കിളിൽ ആകെ ഒരു ടൈമിലേ വരുള്ളൂ. അത് ഏകദേശം 50 മുതൽ 60 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അതിന്റെ ലൈഫ് സൈക്കിൾ വരിക. ആ ടൈമിൽ മാത്രമേ അത് ഫ്ലവർ ചെയ്യുള്ളൂ. അതിനുശേഷം അത് ഡൈ ചെയ്യും. അത് എഗെയിൻ ഇറ്റ് വോണ്ട് ഫ്ലവർ എഗെയിൻ, അത് വീണ്ടും ഫ്ലവർ ചെയ്യപ്പെടില്ല. അതുപോലെ വരുന്ന വേറൊരു പ്ലാന്റ് ആണ് സ്ട്രോബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്. സ്ട്രോബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. നീലക്കുറിഞ്ഞി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീലക്കുറിഞ്ഞി. ആ നീലക്കുറിഞ്ഞിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ട്രോബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന ഒരു പ്ലാന്റ്. ഈ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് പ്ലാന്റ്? ഈ പ്ലാന്റിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ഫ്ലവർ ഓൺലി ആഫ്റ്റർ 12 ഇയേഴ്സ്. 12 വർഷം കൂടുമ്പോഴാണ് ദിസ് സ്ട്രോബൈലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന പ്ലാന്റ് ഫ്ലവർ ചെയ്യുന്നത്. സോ ദർ ഈസ് അതിന്റെ റീപ്രൊഡക്റ്റീവ് പീരീഡ് എന്ന് പറയുന്നത് നോക്കിയാൽ നിങ്ങൾ എത്ര വർഷത്തിന് ശേഷം വരുന്നത് നോക്കുക. അപ്പോൾ ദർ ആർ പെക്യൂലിയാരിറ്റീസ് എമംഗ് ദിസ് ഓർഗാനിസംസ്. ഈ ഓർഗാനിസത്തിന്റെ കേസിൽ പെക്യൂലിയാരിറ്റീസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ ബാംബുവും അതുപോലെ തന്നെ ഈ പറഞ്ഞ സ്ട്രോബൈലാന്തസ് കുന്തിയാനയൊക്കെ നമുക്ക് ഈ പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം. സോ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ കേസിൽ, പ്ലാന്റ്സിന്റെ കേസിലുള്ള റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിനി when we take animals, നമ്മളിപ്പോൾ പ്ലാന്റ്സ് ആണ് എടുത്തത്, പ്ലാന്റ്സിന്റെ കേസാണ് എടുത്തത്. കാരണം ആനുവൽ പ്ലാന്റ്സിന്റെ കേസിൽ നിങ്ങൾക്കറിയാം റീപ്രൊഡക്റ്റീവ് ഫേസിന് നമുക്ക് എങ്ങനെ ഫ്ലവറിങ്ങിലൂടെ ഒക്കെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അതായത് ഈ ആനുവൽ ആൻഡ് ബൈനിയൽ പ്ലാന്റ്സിൽ നമുക്ക് ഈ 3 ഫേസുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ റെക്കഗ്നൈസ് ഇറ്റ്. നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അതിന്റെ സ്ട്രക്ചർ ഒക്കെ നോക്കി നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ക്യാരക്ടറുള്ള പ്ലാന്റ്സുകളുണ്ട്. പെർനിയലിലാണെങ്കിൽ നമുക്ക് ഇതിനൊന്നും വേർതിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. ഇനി വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് ആനിമൽസ്? ആനിമൽസിന്റെ പെക്യൂലിയാരിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ആഫ്റ്റർ ദ ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ പീരീഡ് കഴിയുമ്പോൾ ആനിമൽസിന്റെ കേസിലാണെങ്കിൽ there appear some changes. എങ്ങനെയുള്ള ചേഞ്ചസ് ആണ് അപ്പിയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോത്ത് മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കലി ആയിട്ടുള്ള ചേഞ്ചുകൾ അപ്പിയർ ചെയ്യും. പ്രയർ ടു റീപ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. റീപ്രൊഡക്ഷന്റെ തൊട്ട് മുമ്പായിട്ട് ഗ്രോത്ത് ആൻഡ് മെച്ചുറേഷൻ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുന്നത്, ദ ആനിമൽസ് ഹാവ് ചേഞ്ച് അല്ലെങ്കിൽ there happen some changes in animals. ആനിമൽസിൽ ചില ചേഞ്ചസ് ഉണ്ടാവും. ആ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് യു ടേക്ക് ആനിമൽസ്, നമ്മൾ ആനിമൽസിന് എടുക്കുകയാണെങ്കിൽ ആനിമൽസ് ഓൾസോ ഹാവ് there is a certain period of growth കഴിഞ്ഞിട്ട് there is the period which is called reproductive phase. But in this time after the growth period end or the maturation period end,
വാട്ട് ഹാപ്പൻ ഇൻ ഓർഗാനിസംസ്? എന്ത് സംഭവിക്കും? ദർ ഈസ് ചേഞ്ചസ് വരും. എങ്ങനെയുള്ള ചേഞ്ചസ് ആണ് വരുന്നത്? ബോത്ത് മോർഫോളജിക്കലി, ദാറ്റ് മീൻസ് സ്ട്രക്ചറലി, മോർഫോളജിക്കലി ആൻഡ് ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചേഞ്ചുകളും വരുന്നുണ്ട് ഓർഗാനിസംസിന്റെ കേസിലാണെങ്കിൽ. അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇതാണ് നമ്മൾ ആനിമൽസിന്റെ കേസിൽ നമ്മൾ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണ് അല്ലേ? ഇനി നമുക്ക് ഒരു പെർട്ടിക്കുലർ ഏരിയയും കൂടെ നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടെ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആനിമൽസിന്റെ കേസ് കൂടെ പറയാണ്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇംപെർഫെക്ഷൻ ആയി പോകും ക്ലാസ്. അപ്പോൾ നമുക്ക് ആ ഒരു ആനിമൽസിന്റെ കേസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ ബേഡ്സ് എടുക്കുകയാണ്. നമ്മൾ ബേഡ്സിന്റെ കേസ് എടുക്കുകയാണെന്ന് നിങ്ങൾ ബേഡ്സിനെ പറ്റി ആലോചിക്കും, പക്ഷികളെ പറ്റി ആലോചിക്കും. പക്ഷികളുടെ പ്രത്യേകത എന്താണ്? എഗ് ലേയിങ് ആണ് അല്ലേ? മുട്ടയിടുന്ന ആളുകളാണ് പക്ഷികൾ എന്ന് പറഞ്ഞാൽ ബേഡ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, പക്ഷികൾ എപ്പോഴും മുട്ടയിട്ടുകൊണ്ടിരിക്കും. എങ്ങനത്തെയാണ്? നമ്മൾ വീട്ടിൽ പോൾട്രി ഫാംസിലൊക്കെ വളർത്തുന്ന പക്ഷികൾ ത്രൂ ഔട്ട് ഇയർ മുട്ടയിട്ടുകൊണ്ടിരിക്കും. പക്ഷെ അതൊരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ്. നമ്മളെ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി നമ്മൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യണം. അത് റീപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടൊന്നുമല്ല അതെല്ലാപ്പോഴും എഗ് ലേയിങ് ആയിരിക്കുന്നത്. നമ്മൾ വൈൽഡ് ബേഡ്സിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദേ ആർ സീസണൽ. അങ്ങനെയുള്ള ഓർഗാനിസംസ് എങ്ങനെയുള്ള ഓർഗാനിസംസ് ആണ്? സീസണൽ ആണ്. അതായത് സീസൺ ആയിട്ട് അവർ എഗ്ഗ് മുട്ടയിടുന്നത് സീസണലി ആണ് അങ്ങനെയുള്ള ഓർഗാനിസംസ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസ് ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാമൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മാമൽസിന്റെ കേസ് എടുക്കുകയാണ്. മാമൽസ് ഇൻ ദ സെൻസ് എന്താണ്? എന്താണ് മാമൽസിന്റെ പ്രത്യേകത? കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും മുലയൂട്ടി വളർത്തുകയും ചെയ്യുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ശരിക്കും മാമൽസ് എന്ന് പറയുന്നത്. പ്ലാസെന്റൽ മാമൽസ് എന്നൊക്കെ പറയും. മുലയൂട്ടി വളർത്തുന്ന ഓർഗാനിസംസിനെ നമുക്ക് മാമൽസ് ആയിട്ട് കണക്കാക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിൽ അങ്ങനെയുള്ള മാമൽസിലെ ഫീമെയിൽസിന്റെ ബോഡിയിൽ, ആരുടെ ബോഡിയിലാണ്? ഫീമെയിൽ ഓർഗാനിസംസിന്റെ ബോഡിയിൽ സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ സമയത്ത് എന്തുണ്ടാവും എന്നാണ് പറയുന്നത്? സൈക്ലിക് ചേഞ്ചസ് ഫോം ചെയ്യും. സൈക്ലിക് ചേഞ്ചസ് ഏത് ടൈമിൽ സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ചസ് ഫോം ചെയ്യും? ഏത് ടൈമിലാണ് ഫോം ചെയ്യുക? ഇൻ ദ ടൈം ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ ടൈമിൽ ഇങ്ങനെ സൈക്ലിക് ആയിട്ടുള്ള ചേഞ്ച് ഫോം ചെയ്യും. അത് എല്ലാ മാമൽസിലും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ മാമൽസിലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ മാമൽസിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ പ്രിമേറ്റ്സ് ആൻഡ് നോൺ പ്രിമേറ്റ്സ് എന്ന് നമുക്ക് രണ്ടാക്കി ക്ലാസിഫൈ ചെയ്യാം. ഇപ്പം നോൺ പ്രിമേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സാമ്പിൾ കൗ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. നോൺ പ്രിമേറ്റ്സിന്റെ കേസിലും ഈ പറയുന്ന സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. പ്രിമേറ്റ്സിലെ എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് പ്രിമേറ്റ്സിന് എക്സാമ്പിളാണ്. മങ്കീസ് ഇതിന്റെ കേസിലും എന്തുണ്ടാകുന്നുണ്ട്? സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. സൈക്ലിക് ചേഞ്ചസ് ഉണ്ടാകുന്നത് എന്തിനാണ്? ഓവുലേഷൻ, ഓവറിയിൽ, അതുപോലെ തന്നെ ആക്സസറി ഗ്ലാൻഡുകളിൽ, ഇതിലൊക്കെ സം ചേഞ്ചസ് വിൽ ഹാപ്പൻ. അതിലൊക്കെ എന്ത് ചെറിയ ചേഞ്ചുകൾ വരുന്നുണ്ട് റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ ടൈമിൽ. ആ ചേഞ്ചസ്, ആ സൈക്ലിക് ചേഞ്ചസ് രണ്ട് ടൈപ്പ് ഓർഗാനിസത്തിൽ ഉണ്ടാവുന്നുണ്ട്. എന്തിലുണ്ടാവുന്നുണ്ട്? പ്രിമേറ്റ്സിൽ ഉണ്ടാവുന്നുണ്ട്, അതുപോലെ തന്നെ എന്തിലുണ്ടാവുന്നുണ്ട്? നോൺ പ്രിമേറ്റ്സിൽ ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രിമേറ്റ്സിന് എക്സാമ്പിൾ ഹ്യൂമൻ പറയാം. നോൺ പ്രിമേറ്റ്സിന് എക്സാമ്പിൾ എന്ത് പറയാം? കൗ പറയാം. ദീസ് ആർ എക്സാമ്പിൾസ്. അപ്പോൾ ഇതിന് രണ്ട് ഓർഗാനിസത്തിലും എന്തുണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്? സൈക്ലിക് ചേഞ്ചസ് വിൽ ഹാപ്പൻ. അപ്പോൾ നോൺ പ്രിമേറ്റ്സിൽ ഉണ്ടാവുന്ന സൈക്ലിക് ചേഞ്ചസിന് നമ്മൾ പറയുന്ന പേരാണ് ഈസ്ട്രസ് സൈക്കിൾ എന്നാണ് പറയാം. നമ്മൾ ഈസ്ട്രസ് അല്ലെങ്കിൽ എസ്ട്രസ് സൈക്കിൾ എന്ന് പറയും. ഓക്കെ, പ്രിമേറ്റ്സിൽ ഉണ്ടാകുന്ന സൈക്ലിക് ചേഞ്ചസിനെ നമ്മൾ പറയുന്ന പേരാണ് മെനിസ്ട്രൽ സൈക്കിൾ എന്നാണ് പറയാം. മെനിസ്ട്രൽ സൈക്കിൾ. സോ മെൻസ്ട്രൽ കേട്ടോ, മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് നമ്മൾ അതിനെ മെയിനായിട്ട് പറയുന്നത്. മെൻസ്ട്രൽ സൈക്കിൾ എന്നാണ് പറയുന്നത്. സോ ദർ ഈസ് ടു ടൈപ്പ് ഓഫ് സൈക്ലിക് ചേഞ്ചസ് ഹാപ്പനിങ് ഇൻ ബോത്ത് എന്താണ് non-primates and primates. In the case of primates, menstrual cycle, and in the case of non-primate, estrous cycle. ഈ രണ്ട് സൈക്കിളാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. ഇനി നമ്മളുടെ മെനി മാമൽസ്, കുറേ മാമൽസിൻ്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ വെൻ വി ടേക്ക് മെനി മാമൽസ് വിച്ച് ഇസ് ലിവിങ് ഇൻ വൈൽഡ് കണ്ടീഷനിൽ ലീവ് ചെയ്യുന്ന ഒത്തിരി മാമൽസ് ഉണ്ട്. ആ മാമൽസിൽ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ്, ഈ പറയുന്ന മെനിസ്ട്രൽ, ഈ സൈക്കിളിൻ്റെ ഇടയിലും അതിനെന്ത് വേണം? അതിന് ഫേവറബിൾ കണ്ടീഷൻ വന്നാൽ മാത്രമേ അത് റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ.
ഇഫ് ദർ ഈസ് റീപ്രൊഡക്റ്റീവ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കും. റീപ്രൊഡക്റ്റീവ് ഫേസ് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇറ്റ് റിക്വയർഡ് സം ഫേവറബിൾ കണ്ടീഷൻസ്. എന്തിനു വേണ്ടിയിട്ട്? ടു റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സം ഫേവറബിൾ കണ്ടീഷൻ വേണം. അൺഫേവറബിൾ കണ്ടീഷനും ഉണ്ടാവും, ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാവും. ഈ അൺഫേവറബിൾ കണ്ടീഷൻ്റെ ഇടയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യില്ല. ഓൺലി ഫേവറബിൾ കണ്ടീഷൻ സമയത്ത് മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള ഓർഗാനിസംസിനെ നമ്മൾ പറയുന്ന പേരാണ് സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയും. വി വിൽ കോൾ ഇറ്റ് ആസ് സീസണൽ ബ്രീഡേഴ്സ് എന്നാണ് പറയാം. ബിക്കോസ് ഇറ്റ് വിൽ ബ്രീഡ് ഇൻ സം പെർട്ടിക്കുലർ സീസൺ. അതായത് അവർക്ക് റീപ്രൊഡക്റ്റീവ് ഫേസ് ആയാൽ മാത്രം പോരാ, ഇറ്റ് റിക്വയർഡ് സം ഫേവറബിൾ കണ്ടീഷൻ അല്ലെങ്കിൽ ഫേവറബിൾ സിറ്റുവേഷൻ ഫോർ റീപ്രൊഡ്യൂസ്. സച്ച് എൻ organisms are seasonal breeders, and there are some other organisms which will reproduce throughout reproductive phase. Reproductive phase ന്റെ ഏത് ടൈമിലും അതിന് എന്ത് ചെയ്യാൻ പറ്റും? റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അതായത് അവർക്ക് ഈ ഫേവറബിൾ സിറ്റുവേഷൻ അൺഫേവറബിൾ സിറ്റുവേഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. ദേ വിൽ റീപ്രൊഡ്യൂസ് എനി ടൈം ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഫേസ്. സച്ച് എൻ ഓർഗാനിസംസ് ആർ കോൾഡ് ആസ് ദി കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്നാണ് പറയുന്നത് നമ്മൾ. Continuous breeders എന്ന് പറയും. So there are two type of breeders. One is seasonal breeders, another is continuous breeders. Seasonal breeders will എന്താണ് reproduce some if they get favorable conditions in the reproductive phase. Such a type of organisms are called seasonal breeders. Some organisms will reproduce throughout the reproductive phase. Such a type of organisms are called continuous breeders എന്നാണ് നമ്മൾ പറയുന്നത്. Understand? ക്ലിയർ ആയി? നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇഫ് ദിസ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഈസ് ഓവർ, പിന്നെ വരാൻ പോണ ഫേസിനെ നമ്മൾ പറയുന്ന പേരാണ് സെനിസെൻസ് ഫേസ് എന്നാണ് പറയുന്നത്. ആഫ്റ്റർ ദ ഫിനിഷിംഗ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദ ഫിനിഷിംഗ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ്, then coming the phase which is called senescence phase, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഓൾഡ് ഏജ് എന്ന് പറയാം. ഓൾഡ് ഏജ് ഫേസ്. അപ്പോൾ അതിനുശേഷം വരാൻ പോകുന്നത് ഓൾഡ് ഏജ് ഫേസ് ആണ് മെയിനായിട്ട് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെയും ഒത്തിരി ഫിസിയോളജിക്കൽ ചേഞ്ചുകൾ നടക്കുന്നുണ്ട്. അതായത് കുറേ ആക്ടിവിറ്റീസ് ബിക്കം സ്ലോ ഡൗൺ. മിക്കവാറും ആക്ടിവിറ്റീസ് ഗെറ്റ് സ്ലോ ഡൗൺ. ഫോർ എക്സാമ്പിൾ മെറ്റബോളിസം. At the time of senescence, the metabolism gets slowed down. അതുപോലെ ഒത്തിരി പ്രോസസ്സുകൾ ഗെറ്റ് സ്ലോ ഡൗൺ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ സെനിസെൻസ് ഫേസ്. സെനിസെൻസ് ഫേസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുക. ആഫ്റ്റർ ഡെത്ത് വിൽ ബി ഹാപ്പൻസ്. സോ സെനിസെൻസ് രണ്ട് കാര്യങ്ങളെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. വൺ ഈസ് ദ എൻഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് അനദർ ഈസ് ദ ഡെത്ത് ഫേസ് ആണ്. അതായത് ഡെത്ത് സംഭവിക്കാൻ പോകുന്ന പ്രയർ ആയിട്ടുള്ള ഫേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെനിസെൻസ് ഫേസ് എന്ന് പറയുന്നത്. അവിടെയും ഒത്തിരി ചേഞ്ചുകൾ ഉണ്ടാവുന്നുണ്ട്. പെർട്ടിക്കുലർലി നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിലൊക്കെ സ്ലോ ഡൗൺ ചെയ്യപ്പെടും. നമ്മളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെനിസെൻസ് ഫേസിൽ നമുക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനി പ്ലാന്റ്സിലും ആനിമൽസിലും ഈ 3 ഫേസ് ഉണ്ട് അല്ലേ? ഒന്നാമത്തെ എന്താണ്? ജുവനൈൽ ഫേസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്, അതുപോലെ തന്നെ സെനിസെൻസ് ഫേസ് ഉണ്ട് അല്ലേ? ഇത് 3ലേക്കും ഇതിന് ട്രിഗർ ചെയ്യുന്നത്, അതായത് ഓരോ ഫേസിലേക്കും മാറാൻ പ്ലാന്റിലായാലും ആനിമൽസിലായാലും ഈ 3 ഫേസ് നടക്കണമെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഹോർമോൺസ് ആണ്. ഈ ഹോർമോൺസിൽ ഉണ്ടാകുന്ന ചില വേരിയേഷൻസ് ഒക്കെ മൂലമാണ് നമ്മൾ ഓരോ ഫേസിലേക്ക് ട്രിഗർ ചെയ്യുന്നത്. ആദ്യം ജുവനൈൽ ഫേസ് നടക്കും, അപ്പോൾ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ എൻ്റർ ഇൻ ടു റീപ്രൊഡക്റ്റീവ് ഫേസ്. അത് കുറേ കഴിയുമ്പോൾ ആ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നിൽക്കുമ്പോൾ ദേ വിൽ ഗെറ്റ് ഇൻ ടു സെനിസെൻസ് ഫേസ്. സോ ദിസ് ഈസ് ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇതിനാണ് നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയാനായിട്ടുള്ളത്. സോ ഐ ആം എക്സ്പ്ലെയിൻ അബൌട്ട് വാട്ട് ഈസ് ജുവനൈൽ ഫേസ്, വാട്ട് ഈസ് റീപ്രൊഡക്റ്റീവ് ഫേസ് ആൻഡ് വാട്ട് ഈസ് സെനിസെൻസ് ഫേസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ റീപ്രൊഡക്റ്റീവ് പർപ്പസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് ട്രൈ ടു റൈറ്റ് നോട്ടുകൾ ഉണ്ടാക്കി തന്നെ ഇത് പഠിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടതിനനുസരിച്ച് ബ്രീഫ് നോട്ടുകൾ ഉണ്ടാക്കുക. ടെക്സ്റ്റ് കമ്പൽസറി ആയിട്ട് നല്ല രീതിയിൽ റീഡ് ചെയ്യുക. ഈ രീതിയിലാണ് നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇത്രയും ഫേസുകളെ നമ്മൾ 3 ഫേസുകളെ കുറിച്ചാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇന്ന് മെൻഷൻ ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നൊരു, അതാണ് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാരണം ഫെർട്ടിലൈസേഷൻ നടക്കുന്നതിന് മുമ്പായിട്ടും
ആഫ്റ്റർ ഫെർട്ടിലൈസേഷനും ഒരുപാട് ഇവൻസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് എനിക്കിനി നെക്സ്റ്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും കറക്റ്റായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ ക്ലാസ് കേൾക്കുക. ഓക്കെ, താങ്ക് യു.